സംരക്ഷണം എന്നും എപ്പോഴും വെല്ലുവിളി തന്നെയാണ്. പലപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ കൂടി പ്രതീകമായിരിക്കും നമ്മുടെ മുടി. മുടി പോകുന്നതോടെ നഷ്ടപ്പെടുന്നത് പലരുടെയും ആത്മവിശ്വാസം തന്നെയാണ്. എന്നാൽ ഇത്തരം അവസ്ഥകളിൽ അതിന് പരിഹാരം കാണാൻ വിപണിയിൽ ലഭ്യമാകുന്ന പല എണ്ണകളും ഷാമ്പുവുമെല്ലാം വാങ്ങി തേക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ ഇത്തരം ഉപയോഗങ്ങൾ കാരണം ഈ വിഷയങ്ങൾ ഒന്നുകൂടി വഷളാവാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നവർ അല്പം ശ്രദ്ധിക്കുക. കാരണം ഇത് പലപ്പോഴും ഉള്ള മുടി കൂടി പോവാനാണ് കാരണമാക്കുന്നത്. കേശ സംരക്ഷണം ഒരു വെല്ലുവിളിയായി തന്നെ മാറുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണുന്നത്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ തേടാറുമുണ്ട്. എന്നാൽ ഇത്തരം അവസ്ഥകളിലെല്ലാം അത് പലപ്പോഴും ആരോഗ്യത്തിന് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത്. മുടിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇനി നമുക്ക് സംശയിക്കാതെ തൈര് ഉപയോഗിക്കാവുന്നതാണ്. ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല, ചില സൗന്ദര്യ ഗുണങ്ങളും തൈര് നമുക്ക് നൽകുന്നുണ്ട്. പല ആരോഗ്യ പ്രതിസന്ധികൾക്കും നല്ലൊരു ഒറ്റമൂലിയാണ് തൈര്. അതുപോലെ തന്നെയാണ് കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും. കേശ സംരക്ഷണത്തിന് വേണ്ടി തൈര് ഉപയോഗിക്കുമ്പോൾ അല്പം കറ്റാർവാഴ നീര് കൂടി ചേർത്ത് നോക്കണം. ഇത് നമുക്ക് ഫലം ഇരട്ടിയാക്കി തരും. പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകി നല്ല ഇടതൂർന്ന കരുത്തുള്ള മുടിക്ക് സഹായിക്കുന്നു തൈര്. തൈര് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപയോഗിക്കേണ്ട വിധമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് തൈര് എടുക്കാം. ഇതിലേക്ക് 1 കറ്റാർവാഴയുടെ തണ്ട് പിഴിഞ്ഞെടുത്ത നീര്, കറ്റാർവാഴയുടെ തണ്ടിൽ നിന്നും വരുന്ന ആ ഒരു ജെല്ലുണ്ടല്ലോ അത് എടുക്കുക. ആ നീര് കൂടി ഇതിലേക്ക് ചേർക്കുക. ഇത് മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ മസാജ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഈ രണ്ടും കൂടി, തൈരും അതുപോലെ കറ്റാർവാഴ ജെല്ലും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ മുടിയിൽ ഇത് തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചെയ്ത ശേഷം അരമണിക്കൂർ ഇരിക്കണം. അതിനുശേഷം ചെറുപയർ പൊടിയിട്ട് മുടി നല്ലതുപോലെ കഴുകാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ മുടിക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. മുടി കൊഴിച്ചിൽ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പരിഹാരമാണ് എപ്പോഴും തൈരും കറ്റാർവാഴയും. ഇത് എത്ര കഠിനമായ മുടി കൊഴിച്ചിലും ഇല്ലാതാക്കി മുടിക്ക് തിളക്കവും അതുപോലെ ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം കാക്കുന്ന ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് പലപ്പോഴും തൈര്. തൈര് നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമയും തിളക്കവും നൽകുന്നതിന് സഹായിക്കും. ഇത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. നല്ലൊരു തണുപ്പ് നമ്മുടെ തലയ്ക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ തല ഇങ്ങനെ നന്നായിട്ടിങ്ങനെ തണുക്കുമ്പോൾ. പിന്നെ നമുക്ക് താരനെ ഒഴിവാക്കാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. താരനാണ് പലപ്പോഴും മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണം, നമുക്കെല്ലാവർക്കും അറിയാം. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പല വിധത്തിൽ നമ്മൾ ശ്രമിക്കാറുണ്ട് അതാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഒന്നാണ് തൈരും കറ്റാർവാഴയും. ഇത് എത്ര പഴകിയ താരനെയും ഇല്ലാതാക്കി നല്ല കരുത്തുള്ള മുടി നൽകുന്നതിന് സഹായിക്കുന്നു. തലയോട്ടിയിലെ ചർമ്മത്തിന് നല്ല കരുത്ത് നൽകുന്നതിനും ഈ മിശ്രിതം നമ്മളെ സഹായിക്കും. ഇതിലൂടെ താരനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും സാധിക്കും. അതുമാത്രമല്ല, നരച്ച മുടി പോലും ഒഴിവാക്കാൻ നമുക്കിതിലൂടെ കഴിയും. പലരും പേടി സ്വപ്നമാണ് നരച്ച മുടി. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോൾ അത് പലപ്പോഴും ഉള്ള മുടിയെല്ലാം നരയ്ക്കുന്നത്, നമ്മുടെ മുടി ഫുള്ള് നരയ്ക്കുന്നതിലേക്ക് ചിലപ്പം വഴി വെക്കാൻ സാധ്യതയുണ്ട്.
ഇത്തരം അവസ്ഥയ്ക്ക് നമ്മൾ പരിഹാരം കാണുന്നതിന് നമ്മളെ സഹായിക്കുന്ന മാർഗ്ഗങ്ങളിൽ മികച്ചതാണ് തൈരും കറ്റാർവാഴയും. ഇത് രണ്ടും മിക്സ് ചെയ്ത് തേക്കുന്നത് നരച്ച മുടിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം ഇത് സഹായകവുമാണ്. അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഇത് നല്ലതാണ്. മുടിക്ക് തിളക്കം നൽകുന്ന കാര്യത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ഇത് മുടിയുടെ ഏത് അവസ്ഥയ്ക്ക് നമുക്ക് പരിഹാരം കണ്ട് നമ്മളെ ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട്. ഇത് മുടിക്ക് തിളക്കം നൽകി മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് നമ്മളെ തൈര് സഹായിക്കുന്നുണ്ട്. തൈരിൽ നല്ലൊരു മോയ്സ്ചറൈസർ ഘടകമുണ്ട്. ഇത് മുടിയിലെ ഈർപ്പം നൽകുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മുടിയിലുണ്ടാകുന്ന വരൾച്ചയ്ക്ക്, വരണ്ട മുടിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗ്ഗങ്ങളിൽ മികച്ചതാണ് തൈര്. തൈരിൽ കറ്റാർവാഴ ചേരുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരണ്ട മുടിക്ക് പരിഹാരം കാണുന്നതിന് ഈ മിശ്രിതം തേക്കാവുന്നതാണ്. ഇത് മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും വരണ്ട മുടിക്ക് പരിഹാരം കാണുന്നതിനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സംശയം കൂടാതെ ഉപയോഗിച്ചോളൂ, യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. പിന്നെ എല്ലാറ്റിലും ഉപരി നമ്മുടെ മുടി വളരാനും ഇത് സഹായിക്കും. എന്തൊക്കെ തേച്ചിട്ടും മുടി വളരുന്നില്ലെങ്കിൽ ഇനി മുതൽ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ തൈര് കറ്റാർവാഴയും ചേർന്ന ഈ ഒരു പാക്ക്, ഈ ഒരു മിശ്രിതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തൈരും കറ്റാർവാഴയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മുടിയിലും തേക്കാവുന്നതാണ്. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നു. ഇത് മുടിക്ക് കരുത്തും പിന്നെ തിളക്കവും വർദ്ധിപ്പിച്ച് നല്ല ഇടതൂർന്ന മുടി വളരുന്നതിന് നമ്മളെ സഹായിക്കും. മുടിയുടെ ഇത്തരത്തിലുണ്ടാകുന്ന അവസ്ഥകളിൽ പരിഹാരമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് തൈരും കറ്റാർവാഴയും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴി കൂടി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഇനി നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.